ഇന്നൊരു ഓലൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സദ്യയിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. അതുപോലെ തന്നെ ഇത് അധിക പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു കുക്കറിനകത്ത് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 2 റെസിപ്പിക്കുള്ള വൻപയറാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മതി കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 4 വിസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്കുള്ള കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുവിലുള്ള ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം കനം കുറച്ചിട്ടല്ല, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ടുള്ള വൻപയർ അതുപോലെ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങയും കുറച്ച് വെള്ളവും പിന്നെ ഒരു 2 പച്ചമുളകും ഒന്ന് നടു കീറിയിട്ടിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു കുമ്പളങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ട് പച്ചമുളകിൻ്റെയും ആ ഒരു കറിവേപ്പിലിൻ്റെ ഒക്കെ ഒരു മണമാണ് കേട്ടോ ഉണ്ടാവുക. നല്ലൊരു രുചിയായിരിക്കും അന്നേരം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്തോളാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മതി കേട്ടോ. എന്നിട്ട് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 5-10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് വിളമ്പേണ്ടത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ആ ഒരു പച്ചമുളകിൻ്റെയും അതുപോലെ കറിവേപ്പിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്